നമസ്കാരം. ലഹരി വ്യാപനത്തിനും അതിന് കാരണമുള്ള ആക്രമണങ്ങൾക്കുമെതിരായ സർക്കാർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെ സർക്കാരിനെ മറികടക്കാനുള്ള നടപടികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. ലഹരിക്കെതിരെ നിയമസഭയിൽ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ്. പോലീസിന്റെ ഡി ഹണ്ട് ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എക്സൈസ്, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം പോലും തുടങ്ങിയിട്ടില്ല. ഇന്നലെ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ച ഗവർണർ ഇന്ന് എംപിമാരുടെ യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ആഴ്ചയാണ് വിളിക്കാൻ പോകുന്നത്. സർക്കാരിനെ അറിയിക്കാതെ സ്വന്തം നിലയിലാണ് ഗവർണറുടെ നിർണായകമായ നടപടികൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ യോഗം ഇന്ന് രാജ്ഭവനിൽ വിളിച്ചു ചേർത്ത ഗവർണർ താൻ സ്വന്തം നിലയിൽ ലഹരി വിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്, അതായത് ലഹരിയോട് സന്ധിയില്ല നയം പ്രഖ്യാപിച്ച് VC-മാർ മുന്നോട്ട് പോകണം. ലഹരി ഉപയോഗിക്കുന്നതിൽ 90% 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ക്യാമ്പസിലെ ലഹരി ഉപയോഗത്തെ അതിശക്തമായി നേരിടണമെന്നും നിരന്തരം പരിശോധനകൾ നടത്തണമെന്നും ലഹരി ഉപയോഗം കണ്ടെത്താൻ ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും ഗവർണർ VC-മാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെയൊക്കെ ഏകോപന ചുമതല കേരള യൂണിവേഴ്സിറ്റി VC മോഹൻ കുന്നുമലിനാണ് ഗവർണർ ഏൽപ്പിച്ചിരിക്കുന്നത്. 12 VC-മാരും 2 രജിസ്ട്രാർമാരും ഇന്നലെ രാജ്ഭവനിൽ ഗവർണർ വിളിച്ച യോഗത്തിനെത്തി. സംസ്കൃതം MG VC-മാർ സ്ഥലത്തില്ലാത്തതിനാൽ രജിസ്ട്രാർമാരാണ് പങ്കെടുത്തത്. മാസത്തിൽ ഒരു ദിവസം ലഹരി വിമുക്ത ദിനമായി ആചരിക്കണം. അന്ന് വിപുലമായ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. പരിപാടികളിൽ ഗവർണറും പങ്കെടുക്കും. വിദ്യാർത്ഥികളിൽ 2% മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇവരെ കണ്ടെത്തി ചികിത്സ നൽകി പുനരധിവസിപ്പിക്കണം. ബാക്കിയുള്ളവർ ലഹരി ഉപയോഗത്തിലേക്ക് വിടാതെ നോക്കണമെന്ന് ഗവർണർ ഇന്നലെ പറഞ്ഞു. ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം പരിശോധിക്കാൻ സംവിധാനമുണ്ടാവണം. ഡ്രോൺ, നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേന്ദ്രത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പണം ലഭ്യമാകും. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുമായും സഹകരിക്കണം. കാർഷിക സർവകലാശാലയിൽ ഹോസ്റ്റലുകളടക്കം ലഹരി ഉപയോഗം കണ്ടെത്താൻ രാത്രിയിൽ VC, ഡീൻ, വാർഡർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരന്തരമായ പരിശോധന ഉണ്ടാകണമെന്നും ഗവർണർ പറഞ്ഞു. അവിടെ ഇതുവരെ ലഹരി ഉപയോഗം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഉണ്ടായിക്കൂടാ എന്നും ഇല്ല എന്ന് ഗവർണർ യോഗത്തിൽ പറഞ്ഞു. സമാന നടപടികൾ VC-മാരുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും വേണമെന്നും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലടക്കം ബോധവത്കരണത്തിന് ആരോഗ്യ സർവകലാശാല നേതൃത്വം നൽകണം. നടപടികൾ ഏകോപിപ്പിക്കാൻ കേരള ആരോഗ്യ സർവകലാശാലകളുടെ VC ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഗവർണർ നിയോഗിച്ചു. ലഹരി മാഫിയക്കെതിരായി പോലീസ് നടപടികളെക്കുറിച്ച് DGP-യോട് ഗവർണർ നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. വിവിധ ലഹരി വിരുദ്ധ ഓപ്പറേഷനുകളും ബോധവത്കരണവുമെല്ലാം വിശദീകരിച്ച് 23 പേജുള്ള റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം DGP ഗവർണർക്ക് കൈമാറി. ശക്തമായ നടപടികളാണ് ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടി ഈ റിപ്പോർട്ട് ഗവർണർ തള്ളി. യുവാക്കൾക്ക് ലഹരി എത്താതിരിക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കി ഉടൻ പുതിയ റിപ്പോർട്ട് നൽകാൻ DGP-യെ ഫോണിൽ വിളിച്ച് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാർ ഈ ലഹരിയുടെ ഓരോ പദ്ധതി തുടങ്ങുമെന്ന് പറയുന്നതല്ലാതെ സർക്കാർ തുടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഗവർണറുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നലെ രാജ്ഭവനിൽ നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ ലഹരിയെ അടിച്ചമർത്താൻ കേരള തലവൻ തന്നെ, അതായത് സംസ്ഥാന തലവൻ തന്നെ മുന്നിട്ടിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.